ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു ഡേ 3 ഓഫ് ട്രാവൽ വിത്ത് OHF. നമ്മളിപ്പോൾ ഗ്വാങ്ജോയിലാണ് ആൻഡ് ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല പ്രോഡക്റ്റ്സും ഒരു റൂഫിനടി കാണണമെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലാസയാണ് ഈ കാണുന്ന മോള്. സോ ഇവിടെ നമുക്ക് ടോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കിച്ചൺ യൂട്ടൻസിൽസ്, ട്രെൻഡിങ് ആയിട്ടുള്ള പല ഐറ്റംസും ഇവിടെ നമുക്ക് അറിയാം. പിന്നെ ഈ വാട്ടർ ബോട്ടിൽസ്, കുട്ടികളുടെ വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ ബാംബൂ പ്രോഡക്ട്സ്, ബാഗ്സ്, സ്റ്റേഷനറി, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യൂട്ട് സ്റ്റേഷനറി, പെൻസിൽ, റബ്ബർ, സ്കെയിൽസ്, അങ്ങനത്തെ ഐറ്റംസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടോയ്സ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ വരാം. ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങി. സോ ഇത് പല രീതിയിൽ നമുക്ക് ഓപ്പണിങ്ങും ഓപ്പറേഷൻ ചെയ്യാം. ഈ കാണുന്ന 7 നിലയിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് ആണ്. ഏകദേശം 5000 പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഹോട്ട് വീൽസിന് ആക്ച്വലി കുറേ അധികം എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ രീതിയിലുള്ള കൊറിയൻ സ്റ്റേഷനറീസ് ഉണ്ട്. ഇത് ഇലക്ട്രിക് ഫാനുള്ള ഒരു തൊപ്പിയാണ്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് തുടങ്ങണം എന്നുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് കിട്ടും. ഈ മാർക്കറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 1-2 പീസസ് ആയിട്ട് സാമ്പിൾസ് ആയിട്ടും വാങ്ങാം. ഇൻഫാക്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഇപ്പം നാട്ടിൽ ഭയങ്കര ഡിമാൻഡാണ്. നന്നായി വിശന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ കഫേയിൽ പോയി നല്ല വ്യൂവും കണ്ട് ഒരു അടിപൊളി ലഞ്ചായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മളിവിടുത്തെ ഒരു ഗ്രാൻഡ് വ്യൂ മോൾ എന്ന് പറഞ്ഞ മോളിൽ പോയി. ഇറ്റ്സ് എ ബിഗ് മോൾ. ആക്ച്വലി ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല അടിപൊളി ഐസ്ക്രീമും കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് കുറേ സാമ്പിൾസും നമ്മൾ വാങ്ങി. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു.